ഓക്കെ, സോ ആദ്യമായിട്ടാണ് ഓപ്പോയുടെ റെനോ സീരീസിൽ ഒരു മിനി ഫോൺ വരുന്നത്. കയ്യിലൊതുങ്ങുന്ന കോമ്പാക്റ്റ് ഫോണുകളുടെ സമയമാണല്ലോ ഇപ്പം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പോ റെനോ 15 പ്രോ മിനി വന്നിരിക്കുന്നത്. സോ ഇത്തവണ 3 ഫോൺസ് ഉണ്ട്: റെനോ 15, റെനോ 15 പ്രോ മിനി ആൻഡ് റെനോ 15 പ്രോ. സോ ഇതൊരു മിനി വെർഷൻ ആയതുകൊണ്ട് പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി അത് തീരെ കുറവാണോ, ഇതൊരു കെണിയാണോ, എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. 3 ഫോൺസിൻ്റെയും അൺബോക്സിംഗ് എക്സ്പീരിയൻസ് എക്സാക്ട്ലി സെയിം ആണ്. സോ ഞാൻ പ്രോ മിനിയുടെ കാണിച്ചു തരാം. ഓപ്പോയുടെ സിൽവർ പാക്കേജിംഗ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണും ക്വാളിറ്റിയുള്ള കേസും ഫാസ്റ്റ് ചാർജറും കേബിളും ഡോക്യുമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, ബ്രോ എപ്പോഴും പ്രോനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ബേസ് എപ്പോഴും ഇങ്ങനെ ഒഴിവാക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബേസിനെ കുറിച്ച് സംസാരിക്കാം, എന്നിട്ട് എന്തൊക്കെ എക്സ്ട്രാ പ്രോ മിനിയിൽ വരുന്നുണ്ട് അതും കാണിച്ചു തരാം. ആൻഡ് അവസാനം നമ്മുടെ പ്രോ ഉണ്ടല്ലോ, ഇവിടെ പോയി, യെസ്, ഈ പ്രോ, ഇതിൽ എന്തൊക്കെ എഡീഷണൽ വരുന്നുണ്ട് അതും പറഞ്ഞുതരാം. സോ പൊതുവെ വരാറുള്ള പോലെ ഇത്തവണയും റെനോ 15 നല്ല പ്രീമിയം ഗ്ലാസ് ബാക്ക് ആൻഡ് മെറ്റൽ ഫ്രെയിം ഡിസൈനിലാണ് വരുന്നത്. എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഫ്രെയിം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫോൺ കയ്യിലെടുക്കുന്ന ഫീൽ ആണ് കിട്ടുന്നത് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ഓപ്പോ ഫോണിൽ IP റേറ്റിംഗ് ഹോൾസെയിൽ കണക്കിലാണല്ലോ വരുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. IP66, 68 ആൻഡ് 69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന് ചുറ്റും, ഈ ഫ്രെയിമിന് ചുറ്റും കോർണറിലൊക്കെ സ്പോഞ്ച് ബയോണിക് കുഷനിങ് കൊടുത്തിട്ടുണ്ട്, അതായത് താഴെ വീണാലും സേഫ് ആയിരിക്കാൻ വേണ്ടി. അതിനോടൊപ്പം തന്നെ ഈ താഴെയുള്ള USB പോർട്ട് ഉണ്ടല്ലോ, അതിലും പ്ലാറ്റിനം കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ റെനോ 15 ഈ കാണുന്ന ഒറോറ ബ്ലൂ, ട്വൈലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്ലേഷ്യർ വൈറ്റ് എന്ന 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഓക്കെ, ഈ 15 പ്രോ മിനിയും എക്സാക്ട്ലി സെയിം ഡിസൈൻ ബിൽഡിലാണ് വരുന്നത്. ഗ്ലാസ് ബാക്ക് മെറ്റൽ ഫ്രെയിമേ കൊടുത്തിട്ടുണ്ട്. സെയിം IP റേറ്റിംഗ്സ് ഇവിടെയും വരുന്നുണ്ട്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. 187 ഗ്രാം ആണ് വെയിറ്റ്. ഗ്ലേഷ്യർ വൈറ്റ് ആൻഡ് കൊക്കോവ ബ്രൗൺ ആണ് ഇതിന്റെ 2 കളർ ഓപ്ഷൻസ്. പിന്നെ ഈ 2 ഫോണിന്റെ ബാക്കിലുള്ള ഈ ക്യാമറ മോഡ്യൂൾ കണ്ടോ? ഈ ക്യാമറ മോഡ്യൂളിന്റെ മേളിൽ ലൈറ്റ് വീഴുമ്പോൾ അതിന് ചുറ്റും ഒരു ഹാലോ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ആവും. കാണാൻ രസമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള 6.59 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള 1.5K LTPS AMOLED ഡിസ്പ്ലേ ആണ് റെനോ 15 വന്നിരിക്കുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും സിനിമയും TV സീരീസ് ഒക്കെ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉണ്ട്. ധാരാളം ബ്രൈറ്റ്നസ് ഉണ്ട്. ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലോ ലൈറ്റിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കാനുള്ള PWM ഡിമ്മിംഗ് സംവിധാനം കിട്ടി തന്നിട്ടുണ്ട്. ഇതിലുള്ള ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ ഗാർഡുമായാണ് വരുന്നത്. സ്പ്ലാഷ് ടച്ച് എന്ന ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫോണിന്റെ മേളിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ മേളിൽ വെള്ളത്തിന്റെ ഡ്രോപ്സോ നിങ്ങളുടെ കയ്യിൽ എണ്ണമയോ ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലവ് ടച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ബൈക്ക് റൈഡർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിർത്തി നിങ്ങൾ ഗ്ലവ്സ് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ നോക്കിയാലും ഉപയോഗിക്കാൻ പറ്റും. സെറ്റിംഗ്സിൽ ഗ്ലവ് മോഡ് എനേബിൾ ചെയ്താൽ മതി. പ്രോ മിനി നോക്കുകയാണെങ്കിൽ മിനി ആയതുകൊണ്ട് മിനി ഡിസ്പ്ലേ ആണ്. 6.32 ഇഞ്ച് സൈസ് ഉള്ള സെയിം 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. സെയിം ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് ഇതിൽ പൊടിക്ക് കൂടുതലുണ്ട്. 1800 നിറ്റ്സ് ആണ് HBM ബ്രൈറ്റ്നസ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈവൻ ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും രണ്ടിലും സെയിം ആണ്. പിന്നെ ഈ 2 ഫോണിലും നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. വോളിയം ക്ലാരിറ്റി ഒക്കെ നൈസ് ആണ്. റെനോ 15 Qualcomm Snapdragon 7 Gen 4 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. LPDDR5X ആണ് റാം. UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് 3 റാം സ്റ്റോറേജ് വേരിയൻസ്. 1.4 മില്യന്റെ AnTuTu സ്കോർ ആണ് കിട്ടിയത്. ഓക്കെ, സോ ഒരു ഡീസന്റ് മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. ഫോണിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഈസിലി ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ഡിസ്പ്ലേ ഉള്ള റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ സോഫ്റ്റ്വെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. സോഫ്റ്റ്വെയറിലേക്ക് ഞാൻ വരാം. ചിപ്സെറ്റ് നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആണ്. വേണമെങ്കിൽ കാഷ്വൽ ഗെയിമിംഗും ചെയ്യാൻ പറ്റും. റെനോ 15 പ്രോ മിനിയിൽ MediaTekന്റെ Dimensity 8450 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ 8GB വേരിയന്റ് ഇല്ല, രണ്ടും 12GB വേരിയൻസ് ആണ് വരുന്നത്. ഇവിടെ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 2.2 മില്യൺ ആണ് കിട്ടിയ സ്കോർ. സോ നിങ്ങൾക്ക് ഈ 2 ഫോണുകൾ തമ്മിലുള്ള പെർഫോമൻസിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ 2 ഫോൺസിലും അഡ്വാൻസ്ഡ് മൾട്ടി കൂളിംഗ് സിസ്റ്റം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹെവി ക്യാമറ കാര്യങ്ങളും ഔട്ട്ഡോർ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെവി ഗെയിമിംഗ് ചെയ്യുമ്പോഴും ഓവർ ഹീറ്റിംഗ് ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. റെനോ 15 6500 mAh വലിയ ബാറ്ററി M1 ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ ഈസിലി നിങ്ങൾക്ക് ഈ റെനോ 15 ഒരു ദിവസം അല്ലെങ്കിൽ ഈവൻ 1.5 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും മോഡറേറ്റ് യൂസ് ആണെങ്കിൽ. കൂടെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ പ്രോ മിനിയിൽ 6200 mAh ബാറ്ററി
കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു മിനി ഫോൺ ആയതുകൊണ്ട് ബാറ്ററി കണ്ടമാനം ഒന്നും കുറച്ചിട്ടില്ല. 6200 mAh ബാറ്ററി മോർ ദ ഇനഫ് ആണ്. സോ എന്റെ ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ ഈ ഫോണും ഒരു ദിവസത്തെ മേലുള്ള ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. ഇതിന്റെ കൂടെ 80 വാട്ടിന്റെ ചാർജറൊക്കെ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണിലും Wi-Fi 6 ആൻഡ് Bluetooth 5.4 വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള AC-യും TV-യെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് വളരെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഓപ്പോ അത് വളരെ നല്ലോണം തന്നെ ഓവറോൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിൽ UI കംപ്ലീറ്റ് നല്ലോണം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രൈറ്റ്നസ്സും ഈ നമ്മുടെ ഈ വോളിയൂമും ഇങ്ങനെ കൂട്ടൂലേ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മേളിലേക്കും താഴേക്കും, അവിടെ ചെറിയ നല്ല മൈന്യൂട്ട് ഹാപ്റ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് വെരി വെരി നൈസ്ലി ഡൺ. പിന്നെ രണ്ട് ഫോണിലും 3 മൈക്ക് ഉണ്ട്. സോ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ, വ്ളോഗിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും ചുറ്റുമുള്ള നോയ്സ് അത് നല്ലോണം ക്യാൻസൽ ചെയ്ത് തരും. ഈ രണ്ട് ഫോണിലും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ColorOS 16 ആണ് വരുന്നത്. ഇത്തവണ 5 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് ഓപ്പോ ഇവിടെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി വെരി നൈസ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പോളിസിയാണ് ഓപ്പോ റെനോ സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ColorOSന്റെ സ്മൂത്ത്നെസ്സിനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രിനിറ്റി എഞ്ചിൻ ആൻഡ് ലൂമിനസ് റെൻഡറിംഗ് എഞ്ചിൻ, ഈ രണ്ട് ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് വളരെ സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് എനിക്ക് ഒരു തരത്തിലുള്ള ലാഗും ബഗ്ഗും ഈ രണ്ട് ഫോണിലും ഇല്ല. ഓക്കെ, വളരെ സ്മൂത്ത്. അതായത് ഈ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴും മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് ഉപയോഗിക്കുമ്പോഴും യാതൊരു ഇഷ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. വളരെ നല്ലോണമാണ് ഓപ്പോ അവരുടെ ColorOS ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ട് യെസ്, സോഫ്റ്റ്വെയറിൽ ഈ ഹോട്ട് ആപ്പും ഹോട്ട് ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെറ്റിംഗ്സിൽ കയറിയിട്ട് ഡിസേബിൾ ചെയ്യേണ്ടി വരും. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോള് സമ്മറൈസും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന AI കോൾ സമ്മറി, AI കോൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്. പിന്നെ ഒരു വീഡിയോന്റെ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന വോയിസ് സ്ക്രൈബ് ഉണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ടെക്സ്റ്റ് ആക്കി മാറ്റി തരുന്ന AI റെക്കോർഡിംഗ്, AI ട്രാൻസ്ലേറ്റ് ആൻഡ് ഈവൻ AI മൈൻഡ് സ്പേസിന്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറിയാലോ മൈൻഡ് സ്പേസ്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് ആ സ്ക്രീനിലുള്ള സംഭവം അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് മൈൻഡ് സ്പേസിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഗൂഗിൾ ജെമിനി വഴി ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റും. 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പോ റെനോ ഫോൺസിന്റെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി റെനോയുടെ 13 സീരീസിലും 14 സീരീസിലും കണ്ടതാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് നല്ല കളേഴ്സ് ഉണ്ട്. അതായത് ഐ പ്ലീസിംഗ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോസിൽ കളേഴ്സ് അടിപൊളിയായിരിക്കും. അതായത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺസിന് അനുയോജ്യമായുള്ള പ്രോസസിംഗ് വരാൻ വേണ്ടി പ്യുർ ടോൺ ടെക്നോളജി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്നോളജി എന്തോ ആയിക്കോട്ടെ, റിസൾട്ട് ഇസ് വെരി വെരി നൈസ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ പോർട്രേറ്റ് ക്യാമറ വെച്ച് 3x സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് നല്ല വെയിലത്തും തണലത്തും ഇൻഡോർ എല്ലാ സിറ്റുവേഷനിലും പോർട്രേറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഔട്ട്പുട്ടാണ് തരുന്നത്. അൾട്രാവൈഡ് ക്യാമറ 8 മെഗാപിക്സലിൻ്റെതാണ്. സോ തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ക്വാളിറ്റി അതനുസരിച്ചായിരിക്കും. മിഡ് റേഞ്ച് സെഗ്മെന്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ ബഡ്ജറ്റ് മിഡ് റേഞ്ചിൽ കിട്ടുന്ന 8 മെഗാപിക്സൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് അല്ല, അതിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അൾട്രാവൈഡ് വേണമെങ്കിൽ അത് പ്രോ മിനിയിലും പ്രോയിൽ വരുന്നുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എന്നാൽ എന്നെ ഇംപ്രസ് ചെയ്ത സംഭവം എന്താണെന്ന് അറിയോ? ഇത്തവണ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഓപ്പോ ഇതിന്റെ സെൽഫി ക്യാമറയിൽ അൾട്രാവൈഡ് ക്യാമറ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫീൽഡ് ഓഫ് വ്യൂ ആണ്. അതായത് എങ്ങനെ പിടിച്ച് സെൽഫി എടുക്കുമ്പോണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഫോട്ടോസ് കണ്ടു നോക്ക്. ഇൻസെയിൻ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. പിന്നെ ഫീൽഡ് ഓഫ് വ്യൂ മാത്രമല്ല, സ്കിൻ പ്രോസസിംഗ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഈവൻ നമ്മുടെ തലയുടെ ബാക്ക് ലൈറ്റ് ഉണ്ടെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ വളരെ നല്ല സെൽഫി ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 60 FPS വരെയുള്ള HDR സ്റ്റേബിൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് കുലുക്കമില്ലാത്ത നല്ല സ്റ്റേബിൾ സ്റ്റഡി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ഒക്കെ നൈസ് ആണ്. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ഈവൻ ഇതിന്റെ സെൽഫി ക്യാമറയും 4K 60 FPS HDR സ്റ്റേബിൾ വീഡിയോസ്, അതായത് നല്ല സ്റ്റേബിൾ ഉള്ള 4K 60 FPS വരുന്ന HDR വീഡിയോസ് നിങ്ങൾക്ക് ഇതിന്റെ സെൽഫി ക്യാമറ വെച്ചും ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 1080p റെസൊല്യൂഷനിൽ ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ ആ ഡ്യുവൽ വ്യൂ വീഡിയോ ഉണ്ടല്ലോ, അതായത് സെൽഫി ക്യാമറ ആൻഡ് റിയർ ക്യാമറ വെച്ച് ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. AI പോർട്രേറ്റ് ഗ്ലോ. സോ ഈ ഫോട്ടോ കണ്ടു നോക്കുക. ഓക്കെ, നമുക്ക് തോന്നും ലൈറ്റിംഗ് ഒക്കെ ഓക്കെ ആണ്. ഓക്കെ, പക്ഷെ ഞാൻ ഈ AI പോർട്രേറ്റ് ഗ്ലോ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ അപ്ലൈ ചെയ്ത് ലൈറ്റ് കൂട്ടുമ്പോൾ കണ്ടില്ലേ, ചുമ്മാ ബ്രൈറ്റ്നസ് കൂട്ടുമല്ല അല്ലെങ്കിൽ എക്സ്പോഷർ കൂട്ടുമല്ല, നമ്മുടെ ഫേസ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സോഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ലൈറ്റ് വെച്ചിരിക്കുന്ന പോലെയാണ് ഒരു എഫക്റ്റ് കിട്ടുന്നത്. വെരി വെരി നൈസ്. അതുപോലെ തന്നെ കൊളാജിന്റെ ഫീച്ചർ ഉണ്ടല്ലോ, അതായത് മൾട്ടിപ്പിൾ ഫോട്ടോ സെലക്ട് ചെയ്ത് ഒരൊറ്റ ഫോട്ടോയിൽ ജോയിൻ ചെയ്ത് വെക്കുന്ന സംഭവം. അതിൽ പോപ്പ് ഔട്ട് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോയുടെ മേളിൽ ഞാൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ കണ്ടില്ലേ പോപ്പ് ഔട്ടിന്റെ ഓപ്ഷൻ വരുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു തരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സബ്ജക്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത്
ഒരു വെറൈറ്റി ഉള്ള കൊളാജ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓപ്പോ ഫോൺസിന്റെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ വരുന്ന AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, സകലമാന AI ഫീച്ചേഴ്സ് ഇവിടെയും തന്നിട്ടുണ്ട്. സോ ഈ റെനോ 15 നിന്ന് 15 Pro മിനിയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ക്യാമറ സെയിം ആണോ? ഒരിക്കലും ഇല്ല. കാരണം ഇതിൽ പ്രോ ഉണ്ടല്ലോ. സോ പ്രോ ക്യാമറാസ് കിട്ടും. 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. HP5 സെൻസർ ഉള്ള മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും റെനോ 15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ക്ലാരിറ്റി കിട്ടും. റെനോ 15 നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രോ എക്സ്പീരിയൻസ്, അതായത് നല്ല ഡീറ്റെയിൽസും ആ പ്രോ ലെവൽ കളേഴ്സും ഔട്ട്പുട്ടൊക്കെ വേണമെങ്കിൽ പ്രോ മിനി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. 8 മെഗാ പിക്സൽ അൾട്രാവൈഡിന് പകരം 50 മെഗാ പിക്സൽ അൾട്രാവൈഡാണ് തന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റിയുള്ള ഡീറ്റെയിൽസ് ഉള്ള അൾട്രാവൈഡ് വേണമെങ്കിൽ പ്രോ മിനി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്നാൽ ടെലിഫോട്ടോ ക്യാമറ ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി സെയിം ആണ്. ആ സെയിം 50 മെഗാ പിക്സലിന്റെ 3.5x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ക്യാമറയാണ്, അല്ലെങ്കിൽ ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറയാണ് 15 Pro മിനിയിലും വരുന്നത്. ഈവൻ സെൽഫി ക്യാമറ ആണെങ്കിലും ആ സെയിം അൾട്രാവൈഡ് സെൽഫി ക്യാമറ ഉണ്ടല്ലോ 50 മെഗാ പിക്സലിന്റെ, ആ സെയിം സെൽഫി ക്യാമറയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നല്ല വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള സെൽഫീസ് പ്രോ മിനി വെച്ചും എടുക്കാൻ പറ്റും. ഈ പ്രോ മിനിയുടെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും 4K 60 FPS HDR വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 4 ക്യാമറകളും, അതായത് മെയിൻ ക്യാമറ, അൾട്രാ വൈഡ്, ടെലിഫോട്ടോ ആൻഡ് സെൽഫി, ഈ 4 ക്യാമറകളും വെച്ച് നിങ്ങൾക്ക് സ്റ്റേബിളായ 4K 60 FPS HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ മെൻഷൻ ചെയ്ത AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് AI പോർട്രേറ്റ് ഗ്ലോ, ആ ഒരു പോപ്പ് ഔട്ട് ഫീച്ചർ, എല്ലാം സകലമായ ഫീച്ചേഴ്സ് ഈ പ്രോ മിനിയിലും വരുന്നുണ്ട്. സോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡൗട്ട് ആയിരിക്കും, എന്താണ് അപ്പോൾ ഈ 15 Proയിൽ എക്സ്ട്രാ ഉള്ളത്? യെസ്, കളേഴ്സൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. എൻ്റെ ഓപ്പോ അടുത്ത തവണ ഈ 3 ഫോൺസൊക്കെ അയക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് അയക്കുക, അല്ലെങ്കിൽ ഞാൻ പോലും കൺഫ്യൂസ് ആണ് ചിലപ്പോഴേക്കും, ഏതാണ് 15, ഏതാണ് പ്രോ മിനി, ഏതാണ് പ്രോ. എനിവേ, ബിൽഡ് ആൻഡ് ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, ആ സെയിം ഗ്ലാസ് ബാക്ക് ആൻഡ് എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഫ്രെയിം ഈ ഫോണിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോ ഫോൺ ആണല്ലോ, സോ അതിൻ്റെ ഒരു പ്രോ എലമെന്റ് വേണം. സോ സൈസ് ബാക്കി 2 ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലുതാണ്. കാരണം ഈ ഫോണിൽ 6.78 ഇഞ്ച് സൈസുള്ള LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി 2 ഫോണിൽ LTPS ആയിരുന്നു, ഇവിടെ LTPO ആണ്. പ്ലസ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ പ്രോ ഫീച്ചേഴ്സ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. എന്നാൽ ചിപ്സെറ്റ് ആണെങ്കിലും റാം ആൻഡ് സ്റ്റോറേജ് ആണെങ്കിലും അത് കറക്റ്റ് പ്രോ മിനിയിൽ ഉണ്ടായിരുന്ന സെയിം ഡയമൻസിറ്റി 8450 ചിപ്സെറ്റും LPDDR5X റാം UFS 3.1 സ്റ്റോറേജ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. 6500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 50 വാട്ട് വരെയുള്ള വയർലെസ് ചാർജിങ്ങും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ എക്സാക്ട്ലി പ്രോ മിനി പോലെ തന്നെയാണ്, 200 മെഗാ പിക്സൽ +50 ആൻഡ് ഫ്രണ്ടിലും സെയിം 50 മെഗാ പിക്സൽ ആണ്. സോ ഇതായിരുന്നു ലേറ്റസ്റ്റ് റെനോ 15 സീരീസിന്റെ വിശേഷങ്ങളും സ്പെക്സും ഫീച്ചേഴ്സ് ഒക്കെ. ഓക്കെ, പിന്നെ ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസിങ് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഓപ്പോയുടെ റെനോ സീരീസ് ആണ്, സോ അതിൻ്റെ ഒരു ചെറിയ പ്രീമിയം പ്രൈസ് നിങ്ങൾക്ക് അതിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഓപ്പോയുടെ റെനോ സീരീസിന്റെ കൂടെ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഓപ്പോ തരാറുണ്ട്. എന്തായാലും ഈ 3 ഫോൺസിന്റെയും പ്രൈസും ഓഫേഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം, ചെക്ക്ഔട്ട് ചെയ്യുക. സോ ഈ ഓപ്പോ റെനോ 15 സീരീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.